and Anarkali Marigar. നമ്മുടെ പ്രിയപ്പെട്ട ആരോമൻ ആൻഡ് അമ്പിളി. നല്ലൊരു കാര്യോടെ അവരെ സ്വാഗതം ചെയ്യാം. പള്ളിയോടെ സോ ഇങ്ങോട്ട് വന്നോ, ഓടിപ്പല്ലേ. അൽതാഫ് ആൻഡ് അനാർക്കലിയാണ് മന്ദാകിനി എന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ മുഖ്യ കഥാപാത്രങ്ങളായി വരുന്നത്. സോ ലോഞ്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇവർക്ക് മന്ദാകിനി എന്ന സിനിമയെ കുറിച്ച് എന്തായാലും പറയാനുണ്ടാവും. സോ അൽതാഫ്, ഐ റിക്വസ്റ്റ് യു പ്ലീസ് സ്പീക്ക് എ ഫ്യൂ വേർഡ്സ്. മൈക്ക് അലർജിയ ഇന്ന് പറ്റില്ല. എനിക്ക് ആരോട് സഞ്ജുവേട്ടന് കാശ് തിരിച്ചിടണം, നമുക്ക് അടുത്ത പടം ചെയ്യാൻ പറ്റണം, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഹ്യൂമർ പഠിപ്പിച്ചിട്ടുണ്ട്, അങ്ങനത്തെ പടങ്ങളായിരിക്കും ചെയ്യാൻ പോവാ. പിന്നെ വേറെ അങ്ങനെയല്ല, ബാക്കി നന്നായിട്ട് വരട്ടെ, പടം വൃത്തിയായിട്ട് വന്നിട്ടുണ്ടല്ലോ. ഒരു സംവിധായകൻ കൂടെയാണല്ലോ അൽതാഫ്. ബിക്കോസ് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ നടന്മാരെക്കാട്ടും കൂടുതൽ സംവിധായകരാണ്. അതെന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല, അതെന്താണ് കാരണം ഞാൻ അവിടുത്തെ ചോദിക്കാം. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഇൻപുട്ടും ഒരു സഹായവും ഇതിൽ വന്നിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. പിന്നെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ചിത്രമാണ്, ഫൺ ഹ്യൂമർ ചിത്രമാണ്, അങ്ങനെയാണ് പറയില്ലേ അൽതാഫ് അല്ലേ? പക്ഷെ ഇയാളുടെ ലൈഫ് ഇത്ര സീരിയസ് ആണോ? കുറച്ച് അങ്ങനെ, പക്ഷെ അങ്ങനെ ഇരിക്കട്ടെ. ബിക്കോസ് വലിയ വലിയ മഹാനടന്മാരും നടിമാരും അങ്ങനെയാണല്ലേ ജീവിതത്തിൽ, നമ്മുടെ ചന്ദ്രശേഖരനൊക്കെ അല്ലെ. സ്ക്രീനിൽ വരുമ്പോൾ നമ്മളെ ചിരിപ്പിച്ച് വിടാനടക്കം. അനാർക്കലി, സോ ലവ്ലി ടു സീ യു ഈ ഒരു ചിത്രത്തിൽ, ഈ ഒരു പരിവേഷത്തിൽ. എങ്ങനെയുണ്ടായിരുന്നു മന്ദാകിനി എന്ന ചിത്രത്തിന്റെ യാത്ര? ആൻഡ് ടെൽ മീ വാട്ട് യു ഫീൽ അബൌട്ട് ഇറ്റ്. നല്ല സുലേഖ മനസ്സിന് ശേഷം ഞാൻ ഫുൾ ഇൻവോൾവ് ആയിട്ട് നിന്ന ഒരു സിനിമ ഇതാണ്. അത് എനിക്ക് ഇവരോടുള്ള ഒരു ബന്ധം കൊണ്ട് തന്നെ എനിക്ക് സ്നേഹമാണ് ഇവരോടൊക്കെ. കാര്യം എന്നെ ഭയങ്കര നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്തതും കൺസിഡർ ചെയ്തതും ഒക്കെ. പിന്നെ സിനിമ പറഞ്ഞാൽ ഷീചേട്ടൻ ആദ്യമായി കഥ പറയാൻ വരുമ്പോൾ തന്നെ എനിക്ക് ഐ വാസ് കൺവിൻസ്ഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥ കൂടിയാണ്. പിന്നെ ഹ്യൂമർ അധികം അങ്ങനെ ചെയ്തിട്ടില്ല. സോ ഞാൻ വിചാരിച്ചു എങ്ങനെയുണ്ടായിരുന്നു ഹ്യൂമർ അൽതാഫ് പഠിപ്പിച്ച ശേഷം വർക്ക്ഔട്ട് ചെയ്യാൻ? എങ്ങനെയാണ് ഹ്യൂമർ ചിത്രം പൊതുവെ ചെയ്യാൻ അത്ര ഈസി അല്ല എന്നങ്ങനെ പണ്ട് കുറെ കാലമായിട്ട് കേൾക്കണം. ബട്ട് എങ്ങനെ പുൾ ഓഫ് ചെയ്തു? ഹൗ വാസ് ഇറ്റ്? അല്ല, അത് എന്റെ പെർഫോമൻസ് കൊണ്ടാണ്. അതിൽ കഥയുടെ ഒരു പോക്കിൽ ഹ്യൂമർ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പം വലിയ അഹങ്കാരം പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഇപ്പൊ പൊതുവെ സിനിമയ്ക്ക് മുമ്പ് കുറച്ച് അഹങ്കാരം വേണമെന്നാണ് അല്ലേ? ഇല്ല, എനിക്ക് പേടിയ. നമുക്ക് അൽതാഫ് ബാലൻസ് ചെയ്തോളൂ മിണ്ടാതെ. എനിവേ, മന്ദാകിനി എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ലോഞ്ചിന് വേണ്ടി പ്രൊഡ്യൂസറിനെയും ഡയറക്ടറിനെയും ഞാൻ അടുത്തേക്ക് സ്വാഗതം ചെയ്തോട്ടെ. ഒരുമിച്ച് നിങ്ങൾക്ക് നിൽക്കാം. ബിക്കോസ് ഇവരുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്, സ്വപ്നമാണ് ഇത് നന്നായി വരണമെന്ന്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അതുപോലെ തന്നെ പ്രേയേഴ്സ് ഒക്കെ വേണം. ഒരിക്കൽ കൂടി പറഞ്ഞോട്ടെ, അൽതാഫ് സലീം ആണ് മുഖ്യ കഥാപാത്രം നായകനായി എത്തുന്നത്. അനാർക്കലി മാരിക്കാർ അമ്പിളി എന്ന കഥാപാത്രമായി നായികയായി എത്തുന്നു. അതുപോലെ ഈ ഒരു സിനിമയിൽ നിരവധി വണ്ടർഫുൾ ആക്ടേഴ്സ് ഉണ്ട്. സരിത കുക്കു, വിനീത് തട്ടിൽ, ജാഫർ ഇടുക്കി, ജൂഡ് ആന്റണി, കുട്ടി അഖിൽ, അജയ് വാസുദേവ്, ലാൽ ജോസ്, ജിയോ ബേബി, അശ്വതി, ശ്രീകാന്ത് and many more. ഇവർക്ക് എല്ലാവർക്കും നല്ലൊരു കൈ കൊടുക്കാം. ഇവരുടെ എല്ലാവരുടെയും വലിയൊരു കോൺട്രിബ്യൂഷൻ ഈ സിനിമയുടെ സക്സസിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സിനിമയുടെ സ്റ്റോറി വി നോ ദാറ്റ് ഇറ്റ് ഇസ് ബൈ ഷിജു ആൻഡ് ഭാസ്കർ. ഷിജു തന്നെയാണ് ഇതിന്റെ DOP ആയി എത്തുന്നത്. അത് എഴുതിയിരിക്കുന്നതും സംവിധാനം ചെയ്തിരിക്കുന്നതും വിനോദ് ലീലയാണ്. സംഗീതം ചെയ്തിരിക്കുന്നത് ബിബിൻ അശോക് ആണ്. എഡിറ്റർ ഷെറിൽ, പ്രൊഡക്ഷൻ കൺട്രോൾ ഷിഹാബ് വെണ്ടല, സൗണ്ട് ഡിസൈനറായി എത്തിയിരിക്കുന്നത് രംഗനാഥ് രവിയാണ്. മേക്കപ്പ് മനു മോഹൻ, ആർട്ട് ഡിപ്പാർട്ട്മെന്റ് സുനിൽ കുമാരൻ. We've got the lovely Soumyata who's helped us a lot as well. So ഇത്രയും വലിയ നിരവധി വേറെ ആൾക്കാരും നമ്മുടെ കൂടെ ഇവിടെ തന്നെ ഉണ്ട്. ഇവരെല്ലാവരും കൂടെ അവരുടെ ഒരു ചെറിയ സിനിമ നിങ്ങൾ മലയാളി പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിക്കാൻ പോവുകയാണ്. സോ അൽതാഫ്, അനാർക്കലി ഈ ഒരു റിമോട്ട് അമർത്തി ഒഫീഷ്യലി മന്ദാകിനിയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യാനായി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരുമിച്ച് തിരികെ നിന്ന് സ്ക്രീനിലേക്ക് കാണിച്ചാൽ അവിടെ സ്ഥാനം വരുമായിരിക്കും. റെഡിയാണോ? Are you ready for മന്ദാകിനി? ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാൻ നന്നായിരിക്കും. ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാവുന്ന കുറച്ച് സംഭവം എന്ന് പറഞ്ഞാൽ ഹൈ എനർജി ആണ്, ഫുൾ ഓൺ കോമഡി ഹ്യൂമർ ഉണ്ട്. ബിക്കോസ് അത്രയും കഥാപാത്രങ്ങൾ, എന്തോരം ക്യാരക്ടേഴ്സ് അല്ലേ, ലൈക്ക് ഒന്ന് രണ്ട് പേര് മാത്രമല്ല, കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാവർക്കും അവരുടേതായ ഐഡന്റിറ്റി ഉണ്ട്. ഫ്രം അനാർക്കലി ടു അൽതാഫ് ടു നമ്മുടെ നിരവധി ഡയറക്ടേഴ്സ് ഇപ്പോൾ എല്ലാവരും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇറ്റ്സ് ഫുൾ ഓഫ് ലൈഫ്.
എന്താണ് ഈ ഒരു സിനിമ ഒരു വിജയമാക്കാൻ പോകുന്നതിലെ ഒരു ബേസിക് ആയിട്ടുള്ള സംഭവം അവർ കാസ്റ്റും ക്രൂവും അത് സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഈ ഒരു സിനിമ പുറത്തു വരുമ്പോൾ അത് എങ്ങനെ കണക്ട് ചെയ്യുമെന്നാണ് ഏറ്റവും വലിയൊരു ചോദ്യം. പക്ഷെ ഇത്രയും ബ്യൂട്ടിഫുള്ളി ഈ ഒരു ട്രെയിലറിൽ തന്നെ നമ്മളെ രസിപ്പിക്കാൻ പറ്റിയ ആ കാസ്റ്റിനും ക്രൂവിനും നല്ലൊരു കഴിവ് കൊടുക്കണം. സോ ക്രൂ മെമ്പേഴ്സിനെ ഞാൻ ആദ്യം ഒന്ന് വിളിച്ചോട്ടെ. ഓൾറെഡി നമ്മുടെ സംവിധായകൻ വിനോദും പ്രൊഡ്യൂസർ സഞ്ജുവും വേദിയിലുണ്ട്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ബിനു നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. Can I please welcome നമ്മുടെ DOP ഷിജു എം ഭാസ്കർ. കഥ അദ്ദേഹത്തിന്റെയാണ്. ഷിജു ഇതാ എത്തുന്നു. കഥയിൽ തുടങ്ങി ഇതാ സിനിമ തീർന്നു. ഇനി മെയ് 24 നമ്മുടെ മുന്നെത്തും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ മ്യൂസിക്കും ഉണ്ട്. ഡാബ്സ് ഇതിൽ പാടിയിട്ടുണ്ട്. അത് റിലീസ് ആവാൻ പോവാണ്. സരിഗമയാണ് അതിന്റെ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സംഗീതം ചെയ്തിരിക്കുന്നത് ബിപിൻ ആണ്, ബിപിൻ അശോക്. Can I please welcome ബിപിൻ on stage? നല്ലൊരു കൈഡിയോടെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ബിപിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. യെസ്. അതുപോലെ നല്ല എഡിറ്റിംഗ്, എല്ലാ സിനിമയും അതിന്റെ ക്വാളിറ്റി അതിന്റെ റേഞ്ച് തന്നെ മാറ്റും. ഈ ചിത്രത്തിന്റെ എഡിറ്റർ ഷെറിലാണ്. Can I please welcome ഷെറിൽ on stage? ഇവരെല്ലാവരും അവരുടെ മേഖലയിൽ മികവ് തെളിയിച്ച ആൾക്കാർ തന്നെയാണ്. പ്രൊഡക്ഷൻ കൺട്രോളർ ഷിഹാബ് വെണ്ണല. ഷിഹാബ് വെണ്ണ വേദിയിലേക്ക് സ്വാഗതം. നല്ലൊരു കൈഡി കൊടുക്കാം. സൗണ്ട് ഡിസൈനർ രംഗനാഥ് രവി ജി. രംഗനാഥ് ജി, come on stage, join us. പിന്നെ പോസ്റ്റർ, ഇതിന്റെ ഫസ്റ്റ് പോസ്റ്റർ തന്നെയാണ് ഇതിന് ഏറ്റവും വലിയൊരു ഇത് തന്നെ എന്ന് പറയുന്നത്. അപ്പൊ പോസ്റ്റർ ഒക്കെ ചെയ്ത ഓൾഡ് മോംസ് ഡിസൈൻ ആണ്. ആ ടീമിലെ ആൾക്കാർക്ക് വേദിയിലേക്ക് വരാം. ബാക്കി ക്രൂ മെമ്പേഴ്സ് ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറെ പേരുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളെ ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. ഇവർക്കൊരു നല്ല ഐഡിയ കൊടുക്കാം. മന്ദാകിനിയുടെ ഒരു കോർ ടീമാണ്. അടുത്തേക്ക് നിൽക്കാം. ഓക്കെ, സരിഗമയുടെ ആരുടെയെങ്കിലും ഭാരവാഹികൾ ഇവിടെ ഉണ്ടെങ്കിൽ can I please welcome somebody from സരിഗമ. സരിഗമയാണ്. ഹലോ, ഒരു ഭാരവാഹിയുള്ളോ? ബിനു വെൽക്കം. നമ്മുടെ ഒരു പ്രൊഡക്ഷൻ സൈഡ്, ക്രൂ സൈഡ് കൈയടിച്ചോ? ഇനി ഈ ക്യാമറയുടെ മുന്നിലെത്തിയിരിക്കുന്ന നമ്മുടെ കാസ്റ്റിന്റെ ഒരു വലിയ ഒരു കലാവലയം തന്നെയുണ്ട്. അപ്പൊ ഇനി അവരെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന അൽത്താഫ് മനാർക്കലിയും കൂടെ തന്നെയുണ്ട്. ഇതിലെ മുഖ്യമായ ഒരു കഥാപാത്രമായ അൽത്താഫിന്റെ അമ്മയായിരുന്നത് സരിതയാണ്. സരിത ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നർ ആണ്. ഷീസ് ഡൺ സം ബ്രില്യന്റ് റോൾസ്. ഐ തിങ്ക് സ്പയർ പ്രൊഡക്ഷൻസിന്റെ എല്ലാ സിനിമകളിലും സരിതയ്ക്ക് ഒരു നല്ല കഥാപാത്രം എപ്പോഴും നൽകാറുമുണ്ട്. പിന്നെ നമ്മുടെ വിനീതേട്ടനുണ്ട്. വിനീതേട്ടൻ കലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സിനിമയിൽ വന്നാലും ഒരു അദ്ദേഹത്തിൻ്റെതായ ഒരു മുഖമുദ്രയുണ്ട് അല്ലേ? വിനീതേട്ടൻ ഇതിലും അങ്ങനെയൊക്കെ തന്നെയാണോ? ലവ്ലി ടു സീ യു. ഓഫ് കോഴ്സ് ഈ സിനിമയിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് റോൾ നമ്മുടെ ജാഫർ ഇടുക്കി ചേട്ടനാണ്. അൺഫോർച്യുനേറ്റ്ലി അദ്ദേഹത്തിന് വരാൻ പറ്റില്ല. ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബാംഗങ്ങളാണ് കേട്ടോ. ഒരു കുടുംബത്തിൽ ഒരു വിവാഹം നടക്കുന്ന സമയത്ത് നടക്കുന്ന കുറെ സംഭവങ്ങളും അതിലേക്ക് കയറി വന്ന് ഇറങ്ങി പോകുന്ന കുറെ ക്യാരക്ടേഴ്സും. ജൂഡ് ആന്റണി സാറിനെ നിങ്ങൾ കണ്ടു. നമ്മുടെ കുട്ടി അഖിലുണ്ട് അവിടെ. ഇപ്പോഴും കുട്ടി തന്നെയാണല്ലേ അഖിലേ? അനി എന്ന കഥാപാത്രത്തിലാണ് അഖിൽ എത്തുന്നത്. വെൽ ഡൺ. അജയ് വാസുദേവ് ആണെന്ന് പറഞ്ഞു. അജയെ ഞാൻ ഒരു ഡയറക്ടർ ആയിട്ടും അതുപോലെ ഒരു ഫൈറ്റ് മാസ്റ്റർ ആയിട്ടൊക്കെയാണ് കാണുന്നത്. അപ്പൊ ഇതിന് ഫുൾ ബ്ലോൺ കോമഡിയിൽ ഒരു സംഗീതം പാട്ടുകാരനായിട്ട് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അജയുടെ പോയി അജയ് വാസുദേവ് കറക്റ്റ് സമയത്ത് പുറത്തുപോയ ആളെന്ത് ജസ്റ്റ് മിസ്സായി. കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇതിന് ഭയങ്കര പാട്ടുകാരൻ അജയ് എവിടെ? അപ്പൊ ഞാൻ അടുത്ത വിളിക്കാം. ഇതിലെ ലാൽ ജോസ് സർ, മാസ്റ്റർ പീസും അങ്ങനെ നിരവധി സിനിമകളിലൊക്കെ സംവിധായകനെത്തി. ഇതില് അദ്ദേഹം മറ്റൊരാളുടെ സിനിമയിൽ, സുഹൃത്തിന്റെ സിനിമയിൽ സ്റ്റാർ സിംഗറിലൊക്കെ പാടിയെന്ന് കേട്ടു. അങ്ങനെയൊക്കെ പാടിയ ആളെന്ന് മനോജ് പറഞ്ഞൊരു പാട്ടുകാരനായിട്ടാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത് അജയ്. സോ ഗ്രേറ്റ് ജോബ് ദേ. ഞാൻ പറഞ്ഞു ലാൽ ജോസ് സാറുണ്ട്. ശ്രീകാന്ത് അശ്വതി വന്നോ? ഇല്ല. സോ അശ്വതി ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദിസ്. സോ വളരെ ടാലന്റഡ് ആയ ഒരു കാസ്റ്റ് ക്രൂ ആണ്. സോ ഇവിടെ നിൽക്കുന്ന കാസ്റ്റ് മെമ്പേഴ്സിന്റെ അടുത്തും ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടേ? ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടോട്ടോ അഭിനയുടെ ഈ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതും ഈ സിനിമ പ്രേക്ഷകരിലേക്ക് പോവാണ് അടുത്ത മാസം. അപ്പൊ ചേട്ടൻ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? നമസ്കാരം. ഞാൻ നമ്മുടെ അൽത്താഫിന്റെ അലിയനായിട്ടാണ് ഈ പടത്തില്. അൽത്താഫ് നായകനായിട്ടുള്ള ആദ്യത്തെ ഒരു സിനിമയാണ്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. ഈ നമ്മൾ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയിൽ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, ഷൂട്ട് കഴിഞ്ഞിട്ടും ആൺകുട്ടികളായിട്ട് പെൺകുട്ടികളായിട്ട് ഇവരൊന്നും പിരിഞ്ഞു പോയിട്ടില്ല. എല്ലാവരും ഇപ്പോഴും ഉണ്ട്. ഞാൻ മാത്രമില്ല, ഞാൻ അത് ചെറിയ കരക്കിൽ പോയി. പക്ഷെ ഇവരൊന്നും ഇതുവരെ ഒരു ദിവസം പോലും പിരിഞ്ഞായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അത്രയും 100% ആത്മാർത്ഥതയിൽ ചെയ്തൊരു സിനിമയാണ്. എനിക്കും വളരെ ഹാപ്പി ആയിരുന്നു. നമുക്കൊരു ഷൂട്ടായിട്ടല്ല തോന്നിയത്.
നമ്മുടെ ഒരു അയൽവക്കത്ത് നമുക്ക് സ്നേഹമുള്ളൊരു വീട്ടിലെ കല്യാണം കൂടുന്ന പോലെ ഒരു പ്രതീതി ചെയ്തത് എനിക്ക്. പിന്നെ എല്ലാവരോടും താങ്ക്സ്. എന്നെ ഈ വേഷം ധൈര്യമായിട്ട് ഏൽപ്പിച്ചതിൽ ഞാൻ ഹാപ്പി. നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ വിഭാഷയുടെ ഉണ്ട്. പ്ലീസ് ജോയിൻ us on stage വിഭാഷ പ്ലീസ്. കുറച്ച് പേര് എനിക്ക് ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് തന്ന പേരുകളൊക്കെ ഞാൻ വായിച്ചു, പക്ഷെ കുറെ പേരുണ്ട്. ബബിത, അതിനല്ലേ ഒരു ആങ്കറാക്കി വെച്ച് വെക്കുന്നത്. 9 മണിക്ക് വന്നതാ ഞാൻ, ആരും എനിക്കൊന്നും പറഞ്ഞതില്ല. കുഴപ്പമില്ല. ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് രാജലക്ഷ്മി. അത് കാണുമ്പോൾ തന്നെ ട്രെയിലറിൽ എനിക്ക് ഭയങ്കര സന്തോഷം വരും. സ്ട്രോങ് ആയിട്ടുള്ള തല്ലാൻ റെഡി ആയിട്ട് നിൽക്കുന്ന അമ്മമാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും അനിയത്തിമാരാണെങ്കിലും ഈ ഒരു കഥാപാത്രം മന്ദാകിനിയിൽ എന്താണ്? what should we expect from it? എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഈ ക്യാരക്ടർ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു അമ്മയാണ്. ഐ മീൻ നമുക്ക് എല്ലാ വീടുകളിലും കാണാൻ പറ്റുന്ന നമ്മുടെ അമ്മമാരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവരും അറിയാം നമുക്ക് പിള്ളേരുടെ അടുത്തൊക്കെ എങ്ങനെ പെരുമാറുന്നത് വെച്ചാൽ അതുപോലത്തെ ഒരു അമ്മ തന്നെയാണ്. കുറച്ചും കൂടെ സ്ട്രോങ്, വിഷ്വലി ഭയങ്കര രസമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്ക് ഇതിനെപ്പറ്റി അധികം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ താല്പര്യമില്ല. ബിക്കോസ് സിനിമ കണ്ടിട്ടാണ് പറയേണ്ടത് എത്ര സ്ട്രോങ് ആയിട്ടുള്ള അമ്മയാണെന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും വളരെ സീരിയസ് ആയ ക്യാരക്ടേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത്. ഇതും സീരിയസ് ആണ്, സിനിമയിൽ മൊത്തം ക്യാരക്ടർ സീരിയസ് ആണ്. പക്ഷെ സിറ്റുവേഷൻ വൈസ് നല്ല രസമായിട്ടുള്ള കോമഡിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പടമാണ്. അധികം എനിക്ക് പറയാൻ പറ്റുന്നില്ല. സിനിമ കണ്ടിട്ട് എല്ലാവരും പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. എത്ര സ്ട്രോങ് ആണ്, എത്ര രസകരമായിട്ടുണ്ട് എന്നൊക്കെ. കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ലുക്കിലൊരു ക്യാരക്ടറാണ്. ഇങ്ങനെ കാണുന്ന പോലെയല്ല. സോ അതാണ് എനിക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ അതിൽ കിടക്കുന്നത്. സോ ഇങ്ങനെ കാണുമ്പോൾ, സിനിമയിൽ കാണുമ്പോൾ അമ്മ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ആൾക്കാർക്ക് ആക്സെപ്റ്റബിൾ ആവുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് എനിക്കൊന്ന് സിനിമ കഴിയുമ്പോഴായിരിക്കും പറയാൻ പറ്റുന്നത് കാണുന്നവർക്ക്. താങ്ക് യു പ്രതീഷ് ജേക്കബ്. പ്രതീഷ് എവിടെ പ്രതീഷ് ഏട്ടാ? പ്രതീഷ് കാണാൻ പോലുമില്ല. കാസ്റ്റിംഗ് ഡയറക്ടർ വിനോദോട് ചോദിച്ചായിരുന്നു, ഞാൻ കുറച്ച് കൂടുതൽ സമയം എടുത്തോളാണ്. ഞാൻ പറഞ്ഞില്ല, ക്രൗഡ് പ്ലാസയുടെ ബില്ല് ഒരു 50,000 കൂടിയിട്ടേ ഉള്ളൂ. ആദ്യമേ ഒരുപാട് സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരുപാട് ഇവന്റുകൾക്ക് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത് അഭിനയിച്ച ഒരു സിനിമയുടെ ആദ്യത്തെ ട്രെയിലർ ലോഞ്ചാണ്. അത് വലിയ സന്തോഷം. ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് പേരോട് നന്ദി പറയണം. കുറേ പേരോട് പറയണം. ഏബിള്, ശ്രീചേട്ടൻ, വിനോദേട്ടൻ, സഞ്ജുവേട്ടൻ, അങ്ങനെ ഒരുപാട് പേരോട്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഒരു സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ സിനിമ മോഹിച്ച് നടക്കുന്ന ഏതൊരു ആൾക്കും കിട്ടാവുന്ന ഒരുപാട് ട്രീറ്റ്മെന്റ് കിട്ടിയ ഒരാളാണ് ഞാൻ. ഈ സിനിമയിൽ വരുമ്പോൾ, ഈ സിനിമയുടെ തുടക്കം മുതൽ അല്ലെങ്കിൽ ഇപ്പോഴും ഈ ടൈം പോലും ഇതിന്റെ പല കാര്യങ്ങളും എന്നെ കൂടെ അവർ ഉൾപ്പെടുത്തി എന്നെയും കൊണ്ടുപോകാറുണ്ട്. പല സ്ഥലങ്ങളിലും പ്രൊമോഷൻ ആയാലും DI ചെയ്യുന്നിടത്തും എല്ലായിടത്തും പോയിരുന്ന് ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം ഒരു തുടക്കക്കാരന് കിട്ടാമെന്നുള്ളത് ഭയങ്കര ഭാഗ്യമാണ്. അതിന് എന്നെ കൂടെ കൂട്ടിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ നമ്മൾ സാധാരണ ഈ ഓരോ സിനിമ ഇവന്റുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിലെ അഭിനയിച്ചവരും അതിന്റെ പിന്നണി പ്രവർത്തിച്ചവരും എല്ലാവരും തമ്മിലുള്ള വൈബും കാര്യങ്ങളും ഇന്റർവ്യൂസിലും അല്ലെങ്കിൽ അവരിതുപോലെ ഫംഗ്ഷനിൽ വന്ന് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓൾറെഡി സിനിമ പോയിക്കുന്ന എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും നമുക്കും അതുപോലെ എന്താണ് സംഭവിക്കുന്നത്. അതുപോലെ എനിക്കത് സംഭവിച്ചത് ഈ സിനിമയിലാണ്. കാര്യം അജയ് വാസുദേവൻ ഉൾപ്പെടെയുള്ള വലിയ ഡയറക്ടേഴ്സ് എനിക്കിപ്പോൾ വേണമെങ്കിൽ പറയാം എൻ്റെ സിനിമയിൽ ഏറ്റവും അടുത്ത ചേട്ടന്മാരാണെന്ന് പറഞ്ഞ് എനിക്ക് എടുത്ത് പറയാം ചേട്ടനാണെന്നൊക്കെ. അങ്ങനെയുള്ള സൗഹൃദം തന്ന സിനിമയാണ്. ഇപ്പോഴും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന സിനിമയാണ്, പഠിപ്പിച്ച സിനിമയാണ്. പിന്നെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു സീനാണെങ്കിൽ കൂടി ആ സിനിമയുടെ കഥയ്ക്ക് അല്ലെങ്കിൽ സിനിമയുടെ പോക്കിന് നമ്മുടെ ആ ഒരു സീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. അതുപോലെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രം ചെയ്ത സിനിമ കൂടിയാണ്. അപ്പോൾ ഈ സിനിമയിൽ ഒരുപാട് പേരെ നോക്കിയിട്ട് അവസാനം എന്നിലേക്ക് ഈ കഥാപാത്രത്തെ എത്തിച്ച, അല്ലെങ്കിൽ എൻ്റെ പേര് പറഞ്ഞ ഏബിളിന് ഒരുപാട് നന്ദി. എനിക്ക് പകരം ഒരുപാട് ആൾക്കാരെ അവർ നോക്കിയതാണ്. പക്ഷേ ആ തിരക്കായി എനിക്ക് പകരം നോക്കിയ ആൾക്കാരൊക്കെ തിരക്കായതിനും അവരോട് നന്ദി. അവർക്ക് ആ തിരക്കാവാൻ ആ സിനിമകൾ കൊടുത്ത ആ ഡയറക്ടേഴ്സിന് നന്ദി, ആ പ്രൊഡ്യൂസേഴ്സിന് നന്ദി. ഒപ്പം ദൈവത്തിനോട് ഒരുപാട് നന്ദി. അപ്പോൾ മെയ് 24-ാം തീയതി എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക. ഒരു 2 മണിക്കൂർ സംതിങ് ഉറപ്പായിട്ട് ചിരിക്കാം. പിന്നെ ഉറപ്പായിട്ട് ചിരിക്കാം. പിന്നെ ഇതെന്താ അറിയാമോ? കഴിഞ്ഞു ഇല്ല. താങ്ക് യു. ഇനി ഒരു കൈയടി കൂടെ. സ്വാഭാവികമായിട്ടും ആദ്യത്തെ സിനിമയ്ക്കാണ് ഇത്രയും വലിയൊരു ലോഞ്ച് ഒക്കെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ? അല്ല, എന്നൊരു സിനിമ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അനന്തപുരം കാക്കി പടം ഞാൻ പഠിച്ചു.
അല്ല വന്നപ്പോ നല്ലൊരു കാര്യം കൊടുക്കാം. ഇവല്ലാവരും ഇത് ഇങ്ങനെ നിരവധി വലിയ വലിയ സിനിമകളുടെയും ചെറിയ ചെറിയ സിനിമകളുടെയും ഭാഗമാവാൻ പറ്റിട്ട് അഖിലിന് ഇതിനാണ്. വിപിൻ ഒന്ന് മുന്നോട്ട് വരാമോ പ്ലീസ്? ഡാബ്സിനെ കൊണ്ട് ഈ ചിത്രത്തിൽ ഒരു അടിപൊളി പാട്ടൊക്കെ ചെയ്യിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ? കരൾ പാട്ടാണോ? കേട്ടെ കേട്ടെ. കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച്. ഡീറ്റെയിൽസ് ആയിട്ട് ഇപ്പോ ഡബ്സിയുടെ നമ്മൾ മീറ്റ് ചെയ്തു. പുള്ളി ഹാപ്പി ആയിരുന്നു. പാട്ട് കേട്ടപ്പോ അങ്ങനെ പാടി. പൊതുവെ ഡബ്സി എന്ന് പറഞ്ഞാൽ സ്വന്തം പാട്ട് എഴുതും ചെയ്യും അങ്ങനെയൊക്കെ അല്ലേ? അപ്പൊ മറ്റൊരു എങ്ങനെ കൺവിൻസ് ചെയ്തു? വിപിൻ കൂട്ടുകാരനാണോ? അല്ലല്ല, എനിക്ക് പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു സ്റ്റുഡിയോയിൽ വന്നപ്പോ എന്റെ ഫ്രണ്ടിന്റെ സ്റ്റുഡിയോയിൽ വന്നപ്പോ നേരിട്ട് പോയി കണ്ടു. പാട്ട് കേൾപ്പിച്ചു. അതൊരു മലബാറുകാരനെ കൊണ്ട് എന്തുകൊണ്ടാണ് കാരൽ പാട്ട് പഠിപ്പിക്കാനുള്ള ഒരു ചേതോ വികാരം? അല്ല, അത് ആ പാട്ടിന് ഒരു പ്രത്യേക ആ ഒരു ടൈപ്പ് ടോണിന്റെ ആവശ്യമുണ്ടായിരുന്നു. ബെസ്റ്റ് ഓപ്ഷൻ പുള്ളിയായിരുന്നു. അതാണോ നമ്മൾ ആദ്യം റിലീസ് ചെയ്യാൻ പോകുന്ന പാട്ട്? ആദ്യം ഫസ്റ്റ് സോങ് അത് തന്നെയാണ്. ഡബ്സിയുടെ ഈ പാട്ടാണ് ആദ്യം റിലീസ് ചെയ്യാൻ പോകുന്നത് അല്ലേ? എന്നാണ് ഇപ്പോഴത്തെ ഒരു പാടാവോ? മൂൺ വോക്ക് ചോദിച്ചാ മൂൺ വോക്ക് ചെയ്യൂല. പാട്ട് പാടാൻ പറഞ്ഞാൽ പാട്ട് പാടില്ല. പ്രൊഡ്യൂസർ ഒരു ഉമ്മ അത്യാവശ്യം നല്ല സ്റ്റേജ് ഫിയറിലാണ് ഞാൻ. അതുകൊണ്ട് ഇപ്പൊ പാടി ശരിയാവില്ല. എന്താ സ്റ്റേജ് ഫിയറാ? സാറില്ല, ഓൺലൈനിൽ കേൾക്കാം നമുക്കെന്താ. അടിപൊളി ആയിരിക്കില്ലേ? വിചാരിക്കണ്ട, ആയിരിക്കും അല്ലേ? We are sure it's going to be awesome. We are wishing you the very very best. All the best. അപ്പോൾ ഡാൻസിന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കേ, താങ്ക് യു. താങ്ക് യു. ചോദിക്കേ. In the mean ഇപ്പൊ പൊതുവെ 100 കോടിയാണല്ലോ മലയാള സിനിമയുടെ. അറിഞ്ഞോ? ഓക്കെ. ഹലോ മണി, കുറെ നാളായല്ലോ. ഇവിടെ എത്തിയത് അറിഞ്ഞു പോലുമില്ല. പുറകെ സീറ്റ് ഇരിക്കായിരുന്നോ? രണ്ട് വാക്ക് നമ്മൾ ട്രെയിലറൊക്കെ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കേൾക്കുന്നോ? എല്ലാവരും കുറച്ചു നേരം കഴിഞ്ഞ് പറഞ്ഞാൽ പോരെ? കഴിഞ്ഞു ഷോ. ഇനി എന്ത് കുറച്ച് കഴിഞ്ഞതാ കാണാം നമുക്ക്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഇപ്പൊ ഇടണോ അതോ കഴിഞ്ഞിട്ടിടണോ? നമുക്ക് ഒന്നുകൂടെ കാണിക്കാം. എല്ലാവരും സൈഡിലേക്ക് പറയാം. മണിക്ക് വേണ്ടി മാത്രം സ്പെഷ്യൽ സ്ക്രീൻ. എനിക്ക് ഭയങ്കര നഷ്ടമായി പോയേനെ. അപ്പോൾ എനിക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഇത് പ്ലേ ചെയ്തതിന് താങ്ക് യു. അൽത്താഫിൻ്റെ ഞെട്ടൽ പൊളിയായിരുന്നു. എനിക്ക് തോന്നണ തിലകൻ ചേട്ടൻ്റെ ഞെട്ടൽ ഇപ്പോഴും സംസാരിക്കും. പവനായി ആ സിനിമ ഉണ്ടല്ലോ. അപ്പോൾ എന്ന് പറയുന്ന പോലെ ആ ഞെട്ടലിൽ എനിക്ക് ഭയങ്കര പ്രത്യേകത തോന്നി. മൊത്തത്തിൽ നല്ലതാണ്. ഭയങ്കര രസമുണ്ട് കാണണം എന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതങ്ങ് ആധികാരികമായിട്ടിരുന്ന് പറയാനുള്ള അത്ര വളർച്ചയൊന്നും എനിക്ക് ആയിട്ടില്ല. പക്ഷെ ഇത് നന്നാവും, അടിപൊളിയാവും. താങ്ക് യു. ആക്ച്വലി നമ്മൾ ഈ ട്രെയിലർ അപ്പൊ നമ്മൾ ഈ ട്രെയിലറിൽ കാണുമ്പോഴും നമ്മൾ വിചാരിക്കും ഒക്കെ നമുക്ക് കോമഡി ചിത്രമാണെന്നൊക്കെ അറിയാം. പക്ഷെ ഇനിയും കുറെ സംഭവങ്ങൾ ഒളിഞ്ഞു കിടക്കും. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ഒളിപ്പിച്ച് വെച്ചേക്കാം. ആ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ. എന്താ ചെയ്യണ്ടേ? മെയ് 24 തിയേറ്ററിൽ പോവുക. മന്ദാകിൽ കൂടെ ഈ കാസ്റ്റ് ആൻഡ് ക്രൂവിന് കൺഗ്രാറ്റുലേഷൻസ് പറയുന്നു, ബെസ്റ്റ് ഓഫ് ലക്ക് പറയുന്നു. നല്ലൊരു കാര്യമാവാം. ഇനി ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് കൂടെ ഉണ്ട്. ഓക്കെ, Q&A സെഷനിലെ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ ആർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ സെഷൻ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ മന്ദാകിനി എന്ന ചിത്രത്തിന്റെ ഒരു ട്രെയിലർ ലോഞ്ചിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഒരു ചിത്രം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് സ്പയർ പ്രൊഡക്ഷൻസ് ആണ്. അവരുടെ 4ാമത്തെ ചിത്രമാണ് എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മൾ ഇത്രയും വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മുഹൂർത്തത്തിൽ ഒരു അനൗൺസ്മെന്റ് കൂടെ ഞങ്ങൾ നടത്തിക്കോട്ടെ. നടത്തട്ടെ? സ്പയർ പ്രൊഡക്ഷൻസ് നമുക്ക് നമ്മുടെ 5ാമത്തെ സിനിമ അങ്ങ് അനൗൺസ് ചെയ്താലോ? പ്രൊഡ്യൂസർ സാർ, shall we do it? സിനിമ അതിന്റെ പേര് मैंने प्यार किया. मैंने प्यार किया എന്ന ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റിന് വേണ്ടി can I please welcome back പ്രൊഡ്യൂസർ സഞ്ജു നിതാൻ, സ്പയർ പ്രൊഡക്ഷൻസ്. വേദിയിലേക്ക് സ്വാഗതം. ഇവിടെ എല്ലാവരും मैंने प्यार किया ആണോ? സാരെ ലോക് പ്യാർ കിയാ? എല്ലാവരും പ്രണയിച്ചിട്ടുണ്ടോ? സഞ്ജുവിനെ കണ്ടാ അറിയാൻ കുറെ പ്രണയിച്ചിട്ടുണ്ടോ? അതിന്റെ ഒരു എക്സ്പീരിയൻസിലാണോ? അല്ല, വെച്ച് കളാ മിസ്റ്റർ കാതൽ. मैंने प्यार किया എന്ന ഈ 5ാമത്തെ സിനിമ ചെയ്യാൻ പോവാണ്. അതിന് അനൗൺസ്മെന്റ് നടത്താൻ പോവാണ്. അപ്പം സഞ്ജു തന്നെ നമ്മളുടെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരോടും ആ ചിത്രത്തിനെ കുറിച്ച് 2 വാക്ക് പറയാം. അതിന്റെ സംവിധായകരെ ഞാൻ വിളിക്കാം. Before that, 2 words.
എഗൈൻ ഒരു 10 വർഷമായിട്ട് ആഡ് ഫിലിമിൽ നല്ല പേര് നേടിയ ഫൈസലാണ് ഈ ചിത്രം ചെയ്യുന്നത്. ഫൈസലിനെ ഞാൻ ഇങ്ങോട്ട് യെസ്, സിനിമയുടെ സംവിധായകൻ ഫസീലുദ്ദീൻ വേദിയിലേക്ക് സ്വാഗതം. ഫൈസലിന്റെ ചിത്രമാണ് അതുപോലെ എഴുതിയിരിക്കുന്നത്. ഫസീലുദ്ദീൻ ആൻഡ് ഫൈസൽ ബഷീർ ആണ്. റൈറ്റർ ഫൈസലിനെയും കൂടെ ഒരു ട്വിൻസ് ആണ് കേട്ടോ. അങ്ങനെ പടം കഴിയുമ്പോൾ നമുക്ക് ബ്രേക്ക് ചെയ്യാം. രണ്ടുപേരും ഫൈസൽ അല്ലെ, ഫസീലുദ്ദീൻ ആൻഡ് ബഷീർ. സ്വാഗതം. അദ്ദേഹമാണ് എഴുതിയിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്ലോട്ടാണ്. അതിൻ്റെ ഒരു മോഷൻ പോസ്റ്റേഴ്സ് വളരെ ഷോർട്ട് ടൈമിൽ ഞങ്ങൾ ഇങ്ങനൊരു പരിപാടിയുള്ള സമയത്ത് ആ ഒരു വേദി നമുക്ക് ഉപയോഗിക്കാമെന്നുള്ള ഒരു ചിന്തയിൽ പുള്ളി വളരെ ഷോർട്ട് ടൈമിൽ ചെയ്തതാണ് ഒരു മോഷൻ പോസ്റ്റർ. അത് നമ്മളിവിടെ പ്ലേ ചെയ്യാം. ഫൈസലിനോട് ഈ സിനിമയെ കുറിച്ച് എന്താണ്, അനൗൺസ്മെന്റ് മാത്രമേ ആയിട്ടുള്ളൂ. ഡെഫിനറ്റ്ലി ഇതിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ ഇത്രയും വലിയൊരു വേദിയിൽ മന്ദാകിനിയുടെ ട്രെയിലർ ലോഞ്ച് കഴിഞ്ഞു. ഈ ഒരു സിനിമയുടെ അനൗൺസ്മെന്റ് മുമ്പ് മെനെ പ്യാർ കിയാ എന്ന സിനിമയിൽ നിന്നും എന്താണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഫൈസൽ പറഞ്ഞാൽ? നമ്മളൊരു 6 വർഷമായി കുറച്ച് സ്ക്രിപ്റ്റ് പരിപാടികളായിട്ട് പല പ്രൊഡ്യൂസറടുത്ത് സംസാരിച്ചിട്ടുണ്ട്. കുറെ പ്രോജക്റ്റ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കി. പക്ഷെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ബുധനാഴ്ച കഥ പറയുന്നു, വെള്ളിയാഴ്ച സിനിമ അനൗൺസ് ചെയ്യണമെന്ന് പറയുന്നു. ഞായറാഴ്ച സിനിമ അനൗൺസ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ അത് ആദ്യമാണ്. എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു സ്റ്റക്കായി പോയി. പക്ഷെ സഞ്ജുവേട്ടൻ്റെ പ്രൊഡക്ഷൻ അറിയാം, നന്നായിട്ട് അറിയാം. പടം ഒരു റോം കോം ത്രില്ലറാണ്. ഒരു സ്ഥിരം നമുക്ക് ഒരു കൊമേഴ്ഷ്യൽ പടമായിരുന്നു. കമേഴ്ഷ്യൽ പടമാണ്, റോം കോം ത്രില്ലറാണ്. ഇപ്പോഴും ആ ഷോക്കിന് മാറിയിട്ടില്ലെങ്കിൽ അതൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ ഫൈസലും? അത് സാരമില്ല, കുറച്ച് സീരിയസ് ആയിക്കോളും. പ്രൊഡ്യൂസർ ഉണ്ടല്ലോ. ഫൈസൽ എന്താ പറയാനുള്ളത്? നമസ്കാരം. അവരുടെ എക്സൈറ്റ്മെന്റ് മാറിയിട്ടില്ല. അടുത്ത് പിടിക്കാമോ മൈക്കൊന്ന് അടുത്ത് പിടിക്കാമോ? കേൾക്കുന്നില്ല. ഞാനും ആ എക്സൈറ്റ്മെന്റിലാണ്. എക്സൈറ്റ്മെന്റിൽ മാറിയിട്ടില്ല. മലയാള സിനിമ വലിയൊരു മൊമെന്റിലാണ് ഇത്. അപ്പോൾ ആ ഒരു മൊമെന്റ് തന്നെ നമുക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് പരമാവധി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല കിട്ടിയ ഒരു പ്ലോട്ടാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്, നോക്കാം. Yes, wishing you the very best. Also, I think Spire Productions and Sanju ഒരു കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അവർ മലയാള സിനിമയിൽ അവരുടേതായ ഒരു പുതിയ ദിശയിലേക്ക് കൊണ്ടുപോകാൻ